ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ചിപ്സ്, ബനാന ചിപ്സ്, അതേപോലെ കായ വറുത്തത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. കായ വറുത്തത് ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യം കഠിനാധ്വാനമുള്ള ഒരു ജോലിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചിപ്സിൻ്റെ തൊലി കളയണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കായ വറുത്തതാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഇങ്ങനെ ത്രികോണാകൃതിയിൽ വരാൻ പഴം നമ്മൾ തൊലി കളഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം, 3 പീസായിട്ട് മുറിക്കണം കേട്ടോ. പറ്റിക്കൊണ്ട് അതിന് ശേഷമാണ് നമ്മൾ സ്ലൈസർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാതെ. അയക്കണമെന്നില്ല. പഴം നമ്മൾ ഇതുപോലെ തൊലി കളയുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ത്രികോണാകൃതിയിൽ കത്തി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ കായ വറുത്തത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണല്ലോ അത് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ചിപ്സിനുള്ള കട്ടിങ്ങാണ്. ചിപ്സിനുള്ള കട്ടിങ് വളരെ നൈസായിട്ട് മെഷീൻ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇത് മെഷീൻ്റെ കട്ട് ചെയ്യണ ബ്ലേഡാണത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ചിപ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്. അതിന് ശേഷം അത് വെള്ളത്തിലിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നല്ല കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊരു വെള്ളത്തിലേക്കാണ് ഇത് പിന്നെ ഇടലിട്ടോ. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പ മാതിരിയുള്ള പാത്രത്തേക്ക് എന്ത് ചെയ്യാം, ഈ ചിപ്സ് എടുത്തിട്ട് നേരെ ആ അരിപ്പ മാതിരിയുള്ള പാത്രത്തേക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ച് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 15-20 മിനിറ്റ് നേരം നമ്മൾ എന്ത് വെളിച്ചെണ്ണ ചൂടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരണം, അത്രയും ചൂടാക്കണം കേട്ടോ. ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരെ ചിപ്സ് ഇട്ട് കൊടുക്കുക. ചിപ്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റോളം വീണ്ടും അത് കത്തണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, നല്ല മുരിവെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് നോക്കുക, ഇത് മുരിവെടുത്തിക്കണമെന്നുള്ളത്. മുരിവെടുത്തിക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഇറക്കുക. ഉപ്പ് പുളി ഇതൊക്കെ പിടിച്ചിക്കണമെന്നുള്ളത് നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.